ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വിളക്കല്ല പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങള് പുതിയൊരു വീഡിയോ എടുക്കാൻ പോവാ അല്ലേ? എന്തായിരുന്നു വേണ്ട മോക്ക് ഫുഡ് കഴിക്കാൻ? ഫുഡ് എന്താ ചോദിച്ചോ? ബിരിയാണി വേണമെന്നോ? ബിരിയാണി വേണോ? അപ്പൊ ഞങ്ങൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? നല്ല നെയ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫിഷ് ബിരിയാണി ഉണ്ട്. പിന്നെന്താ പടക്കം പൊടിക്കും. ഇപ്പൊ പെരുന്നാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജീവനാണ്. പെരുന്നാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെണ്ടോട്ടാണെങ്കിലും അപ്പൊ സ്പോട്ടിൽ എവിടെയാണെങ്കിലും ചെണ്ടോട്ട് ഞാൻ പറയാം അപ്പൊ പോവാ. അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ നമ്മുടെ കാത്തുമ്മ. അപ്പൊ ഇന്നത്തെ ഫിഷ് ബിരിയാണി പോവാ. അപ്പൊ ഫിഷ് ബിരിയാണി ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണെന്ന്. കേക്കുണ്ട്. യെസ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങള് പറയാം, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഇല്ലാതെ ഞങ്ങള് പറഞ്ഞിട്ട് ചെയ്ത് നോക്കിട്ട് ഫ്ലോപ്പ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഓക്കെ ആവോ എന്നുള്ളത് അതൊന്നുമില്ല. അപ്പൊ അത്രയൊന്നുമില്ല. അപ്പൊ കുറച്ച് മനസ്സാര കൊണ്ടിടും. അപ്പൊ അതില് വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് എന്താണ് ഇന്നത്തെ നമ്മുടെ ഫിഷ് ബിരിയാണി. നന്നാവോ അതോ ഫ്ലോപ്പ് ആവോ? ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഒന്നുമില്ല. 98% അടിപൊളി തന്നെയാവും. അതിന്റെ ഫ്ലോപ്പ് ആവണ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ബിരിയാണിയിലേക്ക് പോവാം. അടുക്കള വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് പോവാം. ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തൊട്ടാനും മീൻ മണക്കുന്നുണ്ട്. അവൾ തൊട ഉണ്ടാകുന്നതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാത്തുൻ്റെ മേത്തൊക്കെ മീൻ മണ്ണായി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ട അത്ര. അവൾ ഡ്രസ്സ് ഊരാൻ പോവാണ്. കുട്ടിക്ക് മീനൊന്നും ഇഷ്ടമല്ല അത്ര. അപ്പം ഞാനവളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവൾ എന്നോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മീൻ മണന്ന് അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് അവിടെ ഇരുത്തി. മണത്ത് വെക്കണോ? ആണാണോ പെണ്ണാണോ? അരിയെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ. പിന്നെ അതിന് നമുക്ക് മീൻ മസാല പരട്ടാം. അപ്പം അതിന് ആദ്യം കുറച്ച് മുളകും പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ കാത്തും അലമ്പുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായി പരത്തിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മസാല റെഡിയാക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മീൻ, നെയ്മീനല്ല കേട്ടോ, നെയ്മീൻ അല്ലേ, കിങ് ഫിഷ്. അപ്പോൾ അതായിരുന്നു കേട്ടോ നമ്മളുണ്ടായത്. ഉണ്ടായിരുന്നത് ഓക്കെ. ആ മീനിട്ടിട്ട് നന്നായി മസാല പരറ്റി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമര വകയുള്ള സംസാരം നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ അപ്പുറത്ത് തന്നെ കിടന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ അവള്. അല്ലേ അതോ? ഇനി അത് നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോഴേക്കും എന്താ അവളെ കാലിൻ്റെ അടിയിലാണ് എൻ്റെ മോന്ത. അയാളുടെ മേത്ത് കയറി ഇരിക്കലൊക്കെയാണ് അവളെ മെയിൻ പരിപാടി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നെയ്യും കുറച്ച് ഓയിലും കൂടിയിട്ട് മിക്സ് ആക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു പോലുള്ള ഐറ്റംസ് ഇടുക. അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഊറ്റിയെടുക്കണ നിലയ്ക്കല്ല കേട്ടോ, നമ്മൾ നെയ്ച്ചോറ് പോലെ വെള്ളം വറ്റിക്കണ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇനി മസാലയ്ക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായി ചതച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി തൊലി കളഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി അതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നമ്മളെ ബിരിയാണിക്ക് ആവശ്യമുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മുന്തിരിയാണ് വറുത്തെടുക്കുന്നത്. കരിയാതെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നിട്ടാണ് വറുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതും ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ അതും ഞാൻ ഇടും. ഈ ഒരു കളറായപ്പോൾ ഞാൻ അതും മാറ്റിയിട്ടാണ്. മിണ്ടല്ലേ ഒരു കുഞ്ഞിയെ, നല്ല മോളല്ലേ.
അതിലേക്ക് പിന്നെ ഞാൻ സബോളയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെയും വീഡിയോയുടെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാ. ഞാൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ പോയതാ തോന്നുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണാതെ ആയത്. അപ്പോൾ അതും ഞാൻ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മീൻ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് ഞാൻ മീൻ ഓരോന്നോരോന്നോ ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുത്തി സംസാരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ വിട്ട് പോവുക, അതുകൊണ്ടാട്ടാ. അപ്പോൾ അതങ്ങനെ 2 ട്രിപ്പ് വറുക്കാനുള്ള മീൻ തന്നെ ഉള്ളൂ. നമ്മൾ 1 കിലോ മീൻ കറി വയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ എനിക്കൊരു പൂതി വന്ന് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു. അതായിട്ടുണ്ടായത്. അപ്പോൾ അതങ്ങനെ മീനൊക്കെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് മീനും കൂടി ഇട്ടു. അതും ഈ ഒരു ചെറിയ പാകം, ഒരുപാട് മുരിച്ചെടുക്കണ്ട, ഒരു പകുതി വേവ് കിട്ടിയാൽ മതി. ഒരുപാടാണ് മുരിഞ്ഞ് പോകാൻ പാടില്ല മീൻ. പിന്നെ അടുത്ത സെറ്റ് മീനും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതും ഇതേപോലെ നമുക്ക് 2 സൈഡും അങ്ങോട്ടും മറച്ച് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് അടക്കാം. പിന്നെ അതെല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള സബോള ഇട്ട് കൊടുത്തു. പിന്നെ ആദ്യം കുറച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ ഫുള്ളും കിടന്നോട്ടെ, കുറച്ച് അധികം ഗ്രേവി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള സബോളയും പിന്നെ അതൊന്ന് കുറച്ചൊന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട്, വാടി വെച്ച് വണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിലേക്ക് നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി ഇങ്ങനെ വാട്ടി കിട്ടണം കേട്ടോ. ഇങ്ങനെ വാടി കിട്ടി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഇതേപോലെ നന്നായി വെന്ത് സെറ്റായി വരണമായിരിക്കും. നമുക്കിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. അങ്ങനെ അതായി ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ മുളകും പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നന്നായി പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മല്ലിയിലയും പുതിനയിലും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇടേണ്ടത് നമ്മൾ വറുത്ത് വെച്ച മീനത്തെ ഒരു പീസ്, മുള്ളൊന്നും ഇല്ലാത്തൊരു പീസ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതെന്താ വെച്ചാൽ ഗ്രേവിക്ക് മീനിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ആ ഗ്രേവിയിൽ ഫുള്ളും നാളെ മീനിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്ത് തൈര് ഒഴിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ പുളിയില്ലാത്ത തൈര് ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് റെഡി ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മോരെടുക്കുന്നുണ്ട്. അങ്ങനെ അത് സെറ്റായി വന്നു. ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ, തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫിഷിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും റൈസ് റെഡി ആകുമ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യോടക്കാൻ എന്നെ കഴുകി അടുക്കള വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ നമ്മൾ നിൽക്കണില്ല. ഞാൻ ഫുഡും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. എനിക്ക് നാളെ വർക്കുണ്ട്. അപ്പോൾ 1:30 ആകുമ്പോഴേക്കും എനിക്ക് 1:45 എനിക്ക് ബ്രെയിൻ്റെ അടുത്ത് എത്തണം. അപ്പം ആ ഒരു ടൈമിൽ എത്തണമെങ്കിൽ കാത്തുമ്മനെ വേഗം ഉറക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് റെഡിയായി നേരെ ഫുഡും കൊണ്ട് വീട്ടിലേക്ക് പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഇതാണ് നമ്മളെ പ്ലാൻ. ഞങ്ങൾ ഉറങ്ങില്ല, കാത്തുമ്മനെ ഉറക്കുക. അങ്ങനെ ഇതാ നമ്മളെ റൈസെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പൂവാട്ട പൊന്നെ നേരം വൈകി എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഈ അരി വേഗം കുറേ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ അടക്കള ഒക്കെ തുടച്ച് ക്ലീനാക്കി എടുത്തോട്ടെ. എനിക്ക് എപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും അടുക്കള കൂടിയും ക്ലീൻ ആയാലാണെങ്കിൽ സമാധാനം ഉണ്ടാവുള്ളൂ. കാണുന്നില്ല അടുക്കള ക്ലീനായത്? നോക്കിയത് അടുക്കളയൊക്കെ വൃത്തിയാക്കിയില്ല അമ്മ. അങ്ങനെ ബാക്കി നമ്മളതിനാവശ്യമെടുത്ത ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി മാറ്റി വെച്ചു. അപ്പോഴും കാത്തുമ്മനെ ഒക്കത്ത് കയറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഏട്ടനൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് കാത്തുമ്മനെ കൊടുന്ന് തന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ കാത്തുമ്മനെ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തത്. അങ്ങനെ അടുക്കള ഫുള്ളും തുടച്ച് ക്ലീനാക്കിയതിൻ്റെ ശേഷം ഞാൻ നമ്മളെ റൈസൊക്കെ നോക്കിയപ്പോൾ അത് ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫിഷിൻ്റെ മസാലയൊക്കെ നമ്മൾ ആ ബിരിയാണി ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് റൈസ് മാറ്റിയിട്ട് അതിലേക്ക് നമ്മളെ മസാല നന്നായി പരത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മസാല ഇങ്ങനെ പരത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. കറക്റ്റ് വേവാട്ടെ, ഒന്നുകൊണ്ടൊന്നും ഒട്ടിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പരത്തിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഫുള്ളും ഇങ്ങനെ മസാല കാണാത്ത നിലയ്ക്ക് ഞാൻ പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്.
അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഐറ്റംസും കുറച്ച് മല്ലിയിലും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായി വിതറി കൊടുക്കട്ടോ. പിന്നെ നമുക്ക് നെയ്യും കുറച്ച് കളറും മിക്സാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് കളർ കിട്ടാതെ ഞാൻ കുറച്ച് കളറ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൽ കലക്കലും മതി. എൻ്റെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുറച്ച് കളർ കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് ചെറിയ മധുരം കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി നമുക്ക് നന്നായി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മധുരം നല്ല ടേസ്റ്റൊക്കെ കിട്ടും, ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ റൈസ് ഇടുക. അങ്ങനെ ഓരോന്നായിട്ട് അതിൻ്റെ സ്റ്റെപ്പായിട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നേരത്തേക്കുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പക്ഷേ അതിനും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കണക്ക് കൂട്ടലിങ്ങോട്ട് വെച്ചിട്ട് റൈസ് കൂടുതലായി. നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് ഫുഡ് കഴിക്കണ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇരുന്നിട്ട് ഞാൻ സെറ്റാക്കി എടുത്തു. റൈസ് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെയാണ്, അതുകൊണ്ട് ഭയങ്കര കുത്തുള്ള ഫ്ലേവറൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നിറയെ മല്ലിയിലും അണ്ടിപ്പരിപ്പും മുന്തിരി സബോളയൊക്കെ വറുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ചെയ്ത പോലെ തന്നെ കുറച്ച് കളറ് തേങ്ങാപ്പാൽ കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറാട്ടോ നമ്മളൊന്ന് ദം ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോഴേക്ക് നല്ല സോഫ്റ്റായിട്ട് ആ മസാലയൊക്കെ റൈസിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. പിന്നെ അതാ ഞാനിങ്ങനെ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ മൂടി വെച്ച് അടച്ചു കിട്ടാം. ഇനി നമുക്ക് അടപ്പത്ത് ചെറിയ തീയിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. അപ്പോഴേക്കും എന്താ നമ്മൾ റൈസെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ അതാ തുറക്കുമ്പോഴേക്കും ഭയങ്കര സ്മെല്ലാട്ടോ വന്നത് ബിരിയാണിയുടെ. അയ്യോ, എനിക്കത് പാലോയ്ക്കുമ്പോൾ ഇങ്ങനെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. അത്രയും നല്ല സ്മെല്ലാണ് വന്നത്. സാധാരണ വീട്ടിൽ തന്നെ ആർക്കും ഫിഷ് ബിരിയാണിയോട് വലിയ ഇഷ്ടമില്ല. കാരണം ആ മീനിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും നിൽക്കണോണ്ട്. ഞങ്ങൾക്ക് മീൻ വറുത്തത് ഇഷ്ടമാണ്, അതിന് കറി വെച്ചതൊന്നും ഒരുപാട് കഴിക്കുന്ന ആൾക്കാരില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു പൊതി കഴിക്കാൻ നല്ല. പിന്നെ ബേബിക്ക് ഫിഷ് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻ കറി ഇഷ്ടമില്ലെങ്കിലും ഫിഷ് ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസാലയൊക്കെ അടിപൊളിയായിരുന്നു. ഇനി നമുക്കിത് നേരെ അടച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പാത്രത്തിൽ നിന്ന് പോലും മാറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കാൻ നിന്നിട്ടില്ല. നേരെ ആ ബിരിയാണി പാത്രം അടച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അമ്മയും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ബിരിയാണിയുണ്ട്, നല്ല മസാല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനെ കാണിക്കഴിഞ്ഞത് അച്ഛൻ ഷർട്ട് ഇട്ടിട്ടില്ല. അതുപോലെ കുണുക്ക ഫുഡ് ടി വിയുടെ മുന്നിൽ നിന്നിട്ട് കഴിക്കുന്നത്, അതുകൊണ്ടാണ് കുണുക്കനും കാണിക്കഴിഞ്ഞത്. പിന്നെ ഏട്ടനും നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. എൻ്റെ വായിൽ നിറയെ വായ്പുണ്ണ് വന്നിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏട്ടന് ഒരുപാട് എരിവ് കാര്യങ്ങളൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പം മെല്ലെയാണ് അവനും ഫുഡ് കഴിക്കുന്നത്. പിന്നെ കാത്തുമ്മ സലാഡ് കഴിച്ചിട്ട് ഒരു കൊട്ട സലാഡ് കഴിച്ചിട്ടാണ് അവൾ ബിരിയാണി കഴിച്ചിരിക്കുന്നത്. അവൾക്ക് ഈ തൈര് സബോള എന്നൊക്കെ ഭയങ്കര പ്രാന്താണ്. അങ്ങനെ ഞാനും വേഗം ഫുഡൊക്കെ കഴിച്ചു. അപ്പം അമ്മയ്ക്കുള്ള ബിരിയാണി വീണ്ടും എടുക്കുന്നതാണ്. ഫസ്റ്റ് ട്രിപ്പാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് എപ്പോഴത്തെ ക്ലിപ്പുകളാണെന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ വേഗം കാത്തുമ്മനെ പിടിച്ചുറക്കി ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കണം. ഒരു പോളെ കണ്ണടയ്ക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് പിന്നെ അമ്മയോട് അടുക്കളയിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തു. കാത്തുമ്മനെ ഉറക്കി ഞങ്ങൾ കുളിച്ച് ഡ്രസ്സ് മാറി പോകാൻ ഇറങ്ങി. ഞങ്ങൾ 1 മണിക്ക് ഒക്കെ റെഡിയായി ഒരു 1:30 ആകുമ്പോഴേക്ക് ഇറങ്ങി. 1:45 നമ്മൾ ബ്രൈൻഡുള്ള ഹോട്ടലിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ്, അതുകൊണ്ട് നമുക്ക് അധികം ടൈം വേണ്ട അവിടേക്ക് എത്താൻ. അങ്ങനെ കറക്റ്റ് ടൈമിന് നമ്മളവിടെ എത്തിയപ്പോൾ ബ്രൈഡ് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫ്രഷ് ആയിട്ടില്ല. അപ്പോൾ ആൾ ഫ്രഷ് ആവാൻ പോയി. അപ്പോഴേക്കും നമ്മൾ ലൈറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് ടൈമൊന്നും ആൾ നമ്മൾ പോസ്റ്റ് ആക്കിയില്ല, പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ ആളുടെ ഇന്നത്തെ ബ്രൈഡിൻ്റെ പേര് ആതിര എന്നാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര കമ്പനിയായി നമ്മളോട്. ആളുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹെവി മേക്കപ്പിൻ്റെ ലൈറ്റ് മേക്കപ്പ് മതി. അതുപോലെ ആളുടെ സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. ആൾക്ക് ഫേസ് ടയർ പോലും റിമൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും കുരു വരും. അത്ര സെൻസിറ്റീവ് സ്കിന്നാണ് ആളെ. അതുകൊണ്ട് തന്നെ ആൾക്ക് മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പേടി കൂടുതൽ തന്നെയായിരുന്നു. അതുപോലെ ആളെ എൻഗേജ്മെൻറ്റിന് വെച്ച ലെൻസിൻ്റെ കളർ ആൾക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ലെൻസ് വേണ്ടെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു കളർ വെച്ച് നോക്ക്, എന്നിട്ട് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഊരി കളയാം,
എന്ന് ഞാൻ ആൾക്കൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതേപോലെ തന്നെ എൻഗേജിന് വേറെ എല്ലായിടത്തും വർക്ക് ചെയ്ത ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ലെൻസ് വേണ്ട വെച്ചാൽ ലെൻസ് പേടിയാന്നൊക്കെ പറയണവരുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പറയും നിങ്ങൾ വെച്ച് നോക്ക്, വേണമെങ്കിൽ ഊരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെയും ആരും ലെൻസ് ഊരേണ്ടി വന്നിട്ടില്ല കേട്ടോ. എല്ലാവർക്കും സെറ്റായിട്ട് തന്നെ അവർക്ക് തോന്നാറുണ്ട്. ആ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആ ലെൻസ് കറക്റ്റ് ആ ഫേസിൽ നല്ല സൂട്ടായിട്ട് തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എപ്പോഴും ഭയങ്കര ലോങ് ലാസ്റ്റിങ് കിട്ടുന്ന ഒരു മേക്കപ്പാണ് എയർ ബ്രഷ് മേക്കപ്പ്. ഇതൊന്നും എനിക്ക് തോന്നുന്നു ആളുടെ മേക്കപ്പ് കറക്റ്റ് 4 മണിക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 10 മണിയാകുമ്പോഴാണ് ആളെ സെക്കൻഡ് സാരി ഉടുപ്പിച്ചത്. അതുവരയ്ക്ക് മേക്കപ്പിന് ഒരു പ്രശ്നമൊന്നുമില്ല. ആ ഫസ്റ്റത്തെ ആ ഒരു ഫ്രഷ്നെസ് ആ ഒരു ടൈം വരയ്ക്ക് നിന്നിട്ട് പിന്നെ ആൾ അത് കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പൊക്കെ നന്നായിരുന്നു, നല്ലോണം ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഹാപ്പിയായി. അതേപോലെ നാളെ ചേച്ചിയുടെ റിവ്യൂ കൂടി നമുക്ക് കേട്ടോ നോക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോഗ്രാഫർ എത്തി. അപ്പോൾ തന്നെ ആൾ ഷൂട്ടുകളും കാര്യങ്ങളായിട്ട് ആൾ പോയി. പിന്നെ ആ ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് ആളെ സെക്കൻഡ് സാരി അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഏട്ടൻ അവരുടെ കൂടെ കുറച്ച് നേരം വീഡിയോസും കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്നു. പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഇനി ആവശ്യമില്ലാത്ത ഐറ്റംസ് എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള ഓരോരോ പണികളായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ബ്രൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി, കാരണം ക്യാമറമാൻ വിടാതെ തന്നെ അത്യാവശ്യത്തിന് ഏറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സെക്കൻഡ് സാരി ഉടുപ്പിച്ചു. എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറിനുള്ളിൽ സെക്കൻഡ് സാരി ഉടുപ്പിക്കലും ഹെയർ സ്റ്റൈലും ഓർണമെൻറ്റ്സ് സെറ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് വീടെത്തിയിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചതാട്ടോ അവസ്ഥ. നമ്മളോട് ഉറങ്ങിക്കോളാന്നൊക്കെ അവൾ പറയപ്പോൾ വിചാരിക്കും എന്തൊരു സ്നേഹം മോളാന്ന്. ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പായും മിഠായി വേണം, അത് വേണം, ഇത് വേണമെന്ന് വെച്ചിട്ട് നമ്മൾ എഴുന്നേൽപ്പിക്കും. നമ്മൾ ഉറങ്ങിയെന്ന് അവൾക്ക് അപ്പം തോന്നി കഴിഞ്ഞാൽ അപ്പം അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവട്ടെ, വെള്ളം വേണം, മൂത്രം ഒഴിക്കണം, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഏട്ടനെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, കാത്തുമ്മേനെയും കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയി. പിന്നെ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു അന്ന് രാത്രിയാണ് ഞാൻ ഒന്ന് ഉറങ്ങിയത്. അതുവരയ്ക്ക് തന്നെ ഉറങ്ങാൻ നമ്മളെ കാത്തുമ്മ വിട്ടയച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. കാത്തുമ്മനെ മറന്നോ ചോദിച്ചോക്കെ? കാത്തുമ്മ കുറുമ്പത്തിയാ പറ.